അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നിമിഷം സ്ക്രോൾ ചെയ്യല്ലേ. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ സമാധാനം നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? മാനസിക സമ്മർദ്ദമോ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, അതുമല്ല സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളോ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകളോ ആണെങ്കിൽ അതിനെല്ലാം ഇവിടെ പരിഹാരമുണ്ട്. നമ്മുടെ പാരമ്പര്യമായി കൈമാറി വന്ന ഈ പ്രത്യേക ഏലസ് ഒരു സുരക്ഷാ കവചമായി നിങ്ങൾക്കും തുണക്കും. നെഗറ്റീവ് എനർജി അകറ്റി ജീവിതത്തിൽ മൊത്തം ഒരു പോസിറ്റീവ് കൊണ്ടുവരും. ഇതിനോടൊപ്പം അനേകായിരം ആളുകൾ ഇത് ഉപയോഗിച്ച് ഫലം ലഭിച്ചവരാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക. എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഒരു കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഉസ്താദിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയത്. പിന്നെ വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ആ ഒരു പിടിമുറുകിയ അവസ്ഥ ഒന്ന് അടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു മുന്നേറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഏലസൊക്കെ കെട്ടി അതിന് ശേഷം ഒരുപാട് മാറിയിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. പക്ഷെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ആൾക്കാർ അവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം സാധ്യമാകുമോ എന്നുള്ളത് എനിക്ക് വളരെ ഡൗട്ട്ഫുള്ളായിരുന്നു എനിക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ വീഡിയോ അയച്ചു തന്നിട്ട് ഒന്ന് പ്രതികരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത് അതിൻ്റെ അവസാനമുള്ള ആ 2 വോയിസുകളില്ലേ, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും. എന്തിനാണ് ആ വോയിസുകൾ ഈ വീഡിയോയിൽ അദ്ദേഹം ചേർത്തത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകും ഇതൊക്കെ ഒരുതരം കച്ചവട തന്ത്രമാണ്, മാർക്കറ്റിംഗാണ്. മറ്റുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ആ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പ്രയോജനം കിട്ടിയ അനുഭവസ്ഥർ തന്നെ അത് തുറന്നു പറയാണ്. അപ്പം ഞാനും വാങ്ങിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് പാവങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ഇത് വാങ്ങണം. അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവട തന്ത്രമായിട്ടാണ് ആ വോയിസുകൾ ചേർത്തിട്ടുള്ളത്. വോയിസ് ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ ഏത് കോലത്തിലും ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. പക്ഷെ പാവങ്ങളായ ആളുകൾക്ക് അറിയില്ലല്ലോ ഇതൊന്നും. അവർ ഈ ചൂഷണത്തിൽ വീണു പോവുകയാണ്. ചൂഷണമെന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും ചൂഷണമുണ്ടെങ്കിലും ആത്മീയ മേഖലകളിൽ നടക്കുന്ന ചൂഷണങ്ങൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പ്രത്യേകിച്ച് അവരുടെ തലപ്പാവും തൂവെള്ള വസ്ത്രവും മുന്തിയ വാച്ചും മൊബൈലും ഇരിപ്പും എല്ലാം കൂടിയൊക്കെ കാണുമ്പോൾ ഇവരെന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് സാധുക്കൾ വിചാരിക്കും. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളും പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന തള്ളലുകളൊക്കെ കൂടി കേൾക്കുമ്പോൾ അതിനകത്ത് വീണു പോവാൻ. അവർ ചോദിക്കുന്ന പണം കൊണ്ടുപോയി കൊടുത്ത് ഈ സാധനമൊക്കെ കയ്യിൽ വെച്ച് പ്രശ്നങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇതിനർത്ഥം ഏലസില്ല എന്നോ ആത്മീയമായ ചികിത്സയില്ല എന്നോ ഒന്നുമല്ല. അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വഹാബിയായി എന്നൊന്നും പറഞ്ഞാരും വരാൻ നിൽക്കണ്ട. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ കർശനമായ നിബന്ധനകളുമുണ്ട്. ഏതണ്ടനും അടകോടനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പണിയല്ല ഇത്. എങ്ങനെയും പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ജോലിയുമല്ല ഇത്. ഇത് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ മഹാന്മാരാകുന്ന അഇമ്മത്ത് കർശനമായ നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആളുകളുടെ അനുഭവം കേൾക്കുമ്പോഴേക്കും ആ സാധനം കയ്യിൽ വെച്ചാൽ എൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കും, ആ സാധനത്തിന് തന്നെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, നെഗറ്റീവ് എനർജിയൊക്കെ തള്ളി മാറ്റാൻ കഴിയും എന്നൊന്നും വിചാരിച്ചു പോകാൻ പാടില്ല. മഹാനായ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ ഫത്തുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. 3 നിബന്ധനകൾ ഒരുമിച്ച് കൂടിയാൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ആ 3 ഷർത്തുകൾ? ഐ യകൂന ബി കലാമില്ലാഹി തആല ഔ ബി അസ്മാഇഹി വസിഫാത്തി. ഒന്നാമത്തേത്, ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ അതിലെഴുതൽ ഒക്കെ അള്ളാഹുവിൻ്റെ ഖുർആനോ അവൻ്റെ വിശേഷണങ്ങളോ അവൻ്റെ പേരുകളോ
അതുപോലത്തെ കാര്യങ്ങളോ ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വെക്കുന്നതാകാൻ പാടില്ല. രണ്ടാമത്തത് വബിൽ ലിസാനിൽ അറബി ഔ ബിമാ യുറഫു മഅനാഹു മിൻ ഗൈരിഹി, അറബി ഭാഷയിലായിരിക്കണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. എന്താണ് എഴുതുന്നത് എന്നൊക്കെ ഒരു കേവല ബോധമുണ്ടായിരിക്കണം എന്ന് ചുരുക്കം. ഇതൊരു ബോധവും ഇല്ലാത്ത കുറേ ആളുകൾ, ഞാൻ ഇദ്ദേഹത്തെ മാത്രമല്ല പറയുന്നത്, ഇത്തരത്തിൽ കുറേ ആളുകളുണ്ട്. ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ പോലും ഈ പണിയുമായി നടക്കുന്നവരുണ്ട്. മൂന്നാമത്തത് വഅയ്യുഅ്തഖദ അന്ന റുഖിയത ലാ തുഅസ്സിറു ബിദാത്തിഹാ ബൽ ബിദാത്തില്ല, ആ സാധനം അതിന് സ്വയമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. നെഗറ്റീവ് എനർജി മാറിക്കിട്ടും, പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആ സാധനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളിൽ വരുത്താൻ കഴിയും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നൊന്നും വിശ്വസിക്കരുത്. മറിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ പേരെഴുതിയ കാരണം കൊണ്ടോ അവൻ്റെ ഖുർആൻ എഴുതിയ ബറക്കത്ത് കൊണ്ടോ ഒക്കെ നമ്മുടെ രോഗം അള്ളാഹു മാറ്റിത്തരും, പ്രശ്നങ്ങൾ അള്ളാഹു തീർത്തു തരും എന്നേ വിശ്വസിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അതൊന്നും പറയാറില്ല. അവരൊക്കെ പറയുന്നത് കേട്ടാൽ ആ സാധനത്തിന് സ്വയം എന്തോ വലിയ മഹത്വമുള്ളതായി സാധാരണക്കാർക്ക് തോന്നിപ്പോകും. അവരുടെ ഈമാൻ പോലും ചിലപ്പോൾ തെറ്റിപ്പോകും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഈമാൻ തെറ്റിയാൽ എന്താ പ്രശ്നം? അവരുടെ പോക്കറ്റ് നിറഞ്ഞാൽ പോരെ, പണം കിട്ടിയാൽ പോരെ. എത്ര ലക്ഷമാണ്, എത്ര ആയിരം രൂപയൊക്കെയാ ഓരോരോ കാര്യങ്ങൾക്ക് കണക്ക് പറഞ്ഞ് മേടിക്കുന്നത്. കൂലി മേടിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹദിയ കൊടുത്താൽ വാങ്ങാൻ പാടില്ലെന്നോ എന്നൊന്നുമല്ല ഈ പറയുന്നത്. ചെയ്യുന്ന പണിക്ക് കൂലി വാങ്ങാം. പക്ഷേ ചില ആളുകൾ 50,000-ഉം 60,000-ഉം ലക്ഷങ്ങൾ വരെ കൂലി ചോദിച്ച ആളുകൾ എനിക്കറിയാവുന്നവർ തന്നെയുണ്ട്. എന്തിന്? ഒരു പണി അറിയാത്ത ആളുകൾ പോലും ഇങ്ങനെ കോടീശ്വരന്മാരാവുക. നമ്മൾ ചിന്തിക്കേണ്ട ജനങ്ങളുടെ ഈമാൻ. നമ്മുടെ മുൻഗാമികളായ അതുപോലെ നമുക്ക് പരിചയമുള്ള എത്രയോ ഉസ്താദുമാർ, തങ്ങന്മാർ, അവർക്കൊക്കെ പലർക്കും ഈ ചികിത്സ അറിയുന്നവരാണ്, ചിലരൊക്കെ അത് ചെയ്യുന്നവരാണ്. പക്ഷേ അവരൊന്നും ഇത്തരത്തിൽ പരസ്യപ്പെടുത്തി മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങൾ കേൾപ്പിച്ച് ജനങ്ങളെ വശീകരിക്കുന്ന പണിയൊന്നും ചെയ്യുന്നവരല്ല. മറിച്ച് അവരുടെ അടുത്ത് ആരെങ്കിലും വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരാ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ച് അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അവർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനവർ വലിയ സംഖ്യയൊന്നും കൂലിയും പറയാറില്ല. ചിലപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങും, ചിലപ്പോൾ വാങ്ങാത്തവർ പോലുമുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു പണിയാണിത്. അതല്ലാതെ ഇതൊരു ബിസിനസ്സായി കൊണ്ടു നടക്കാൻ പറ്റിയ പണിയല്ല. പക്ഷേ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ അവരുടെ ഏലസിൻ്റെയും അവരുടെ ചികിത്സയുടെയും ഒക്കെ മഹത്വം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആളുകൾ കാണണം, പണം കിട്ടണം എന്ന ഉദ്ദേശമല്ലേ? നിങ്ങൾ നോക്കൂ, ബുജൈരിമിയിൽ നമുക്ക് കാണാം, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമല്ലേ, അതിനകത്ത് ഖാല ശൈഖുന അൽ ജൗഹരി നഖ്ലൻ അൻ മശായിഖി, നമ്മുടെ ശൈഖ് ജൗഹരി എന്നവർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, യുസ്തറത്തു ഫി കാത്തിബി തമീമത്തി, ഏലസ് എഴുതുന്ന ആളുകളിൽ നിബന്ധനയാണ് അയ്യക്കൂന അല ത്വഹാറത്തിൻ, അതിൻ്റെ നിബന്ധനകൾ എണ്ണുകയാണ്. ഒന്ന്, ശുദ്ധിയുള്ള സാധനത്തിലാവുക. വ അയ്യക്കൂന ഫി മക്കാനിൻ ത്വാഹിർ, അതുപോലെ ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചാവുക. വ അല്ലായക്കൂന ഇൻദഹു തറദ്ദുദും ഫി സിഹത്തിഹ, അത് ശരിയാകുമോ എന്ന സംശയത്തോടു കൂടിയൊന്നും ആകാതിരിക്കുക. വ അല്ലായഖ്സുദ ബി കിതാബത്തിഹ തജ്രിബതഹ, ഇത് ചെയ്താൽ ശരിയാകുമോ എന്നൊരു പരീക്ഷണം നടത്തി നോക്കുന്ന ഉദ്ദേശത്തോടു കൂടി ആകാതിരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വ യതലഫ്ഫള ബിമാ യക്തുബു, എഴുതുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എഴുതുക. വ യഹ്ഫളഹ അനിൽ അബ്സാരി, മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിൽ എഴുതുക. ബൽ വഅൻ ബസരിഹി ബഅദൽ കിതാബത്തി, എഴുതിക്കഴിഞ്ഞാൽ അവൻ പോലും കാണാതിരിക്കുക എന്നിങ്ങനെ കുറേ നിബന്ധനകൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന നോക്കൂ, ഞാനൊരു റോസ് മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വഅയ്യകൂന ഖാസിദൻ വജ്ഹല്ലാഹി ഫീ കിതാബത്തിഹ, എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ചെയ്യുന്ന നല്ലവരായ ആലിമീങ്ങളുണ്ട്, നല്ലവരായ തങ്ങന്മാരുണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സായി കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ അള്ളാഹിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല, അവർക്ക് പണമുണ്ടാക്കണം. അതുകൊണ്ട് തന്നെ അവരേത് വിധേനയും സാധുക്കളായ ആളുകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. അവരുടെ അടുത്ത് വരുന്ന എന്തു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണോ?
പരിഹരിക്കുന്നത് കൊണ്ട് ഖൈറുണ്ടോ? പരിഹരിക്കൽ ആവശ്യമായതാണോ? പരിഹരിക്കൽ ഇസ്ലാമികമാണോ എന്നൊന്നും ഇവർ ചിന്തിക്കില്ല. എല്ലാത്തിനും ഒരു ഏലസ്, എല്ലാത്തിനും ഒരു മന്ത്രം, എല്ലാത്തിനും ഒരു ചികിത്സ. ഒരു പച്ച തലയെ കെട്ടും നീളം കൂടിയ ഒരു കുപ്പായോ ഇട്ട എല്ലാം ആയി എന്നാണോ? ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ചൂഷണം ചെയ്യാൻ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, നല്ലവരുണ്ട്, നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ട്, ചെയ്യൽ അനുവദനീയവുമാണ്. ആത്മീയ ചികിത്സ ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ മറവിൽ ചൂഷണം ചെയ്യുന്നവരാണ് 100-ൽ 95%. നന്നായി ചിന്തിച്ചോളണം. ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അവരിങ്ങനെ സ്വയം ഇരുന്നിട്ട് അവരെ തന്നെ മാർക്കറ്റ് ചെയ്യും. അവരുടെ അടുത്തേക്ക് ചെന്നാൽ അവർ നമ്മളോട് ആദ്യം പറയാ, ഇന്ന ആളെൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് കുട്ടിയുണ്ടായി, ഇന്ന ആൾ വന്നപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് നിധി കിട്ടി, മറ്റേ ആൾ വന്നപ്പോൾ അവർ കോടീശ്വരനായി, അവർ വന്നപ്പോൾ അവരുടെ രോഗം മാറി. ഇങ്ങനെ ഇയാൾ മുഖേന രോഗം മാറിയവരുടെ, കടം വീടിയവരുടെ ഒക്കെ കുറേ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ നിരത്തും. അപ്പോൾ തന്നെ ഉറപ്പിച്ചോളണം ഇത് തട്ടിപ്പാണ് എന്ന്. സ്വന്തം പൊങ്ങച്ചം പറയാൻ എന്തിനാണ്? ഈ വന്ന ആളെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ചെടുക്കണം, അതിനുവേണ്ടി സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100-ൽ 95% ഈ ചികിത്സയും ഈ ഏലസും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ തട്ടിപ്പാണ്. സാത്വികരായ ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം, അവൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആളുകൾ. അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോകും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ പണം പോകും, ചൂഷണം ചെയ്തുകൊണ്ട് പോകും. പണമെന്ന് മാത്രമല്ല മറ്റു പലതും ചൂഷണം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകാർ ഈ പണിയുമായിട്ടുണ്ട്. എന്തെല്ലാം കോലത്തിലാണ് വരുന്നത്. ജിന്നുകളെ വിളിക്കുന്നു, ജിന്ന് മഹ്ലറയുണ്ടാക്കുന്നു, എന്തെല്ലാം തട്ടിപ്പുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? ഇതിലൊക്കെ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാൻ ആളുകളുണ്ടല്ലോ. കാരണം മനുഷ്യന് പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരാ ഉള്ളത്? ആ പ്രശ്നങ്ങളെയൊക്കെ ഇതുപോലെയുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ അടപടലം അവർ തട്ടിക്കൊണ്ടു പോകും. പിന്നെ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഏലസ് നല്ലതാണ്, ചികിത്സിക്കൽ നല്ലതാണ്, മന്ത്രിക്കൽ നല്ലതാണ്. പക്ഷേ അത് നല്ലവരിൽ നിന്നുകൂടിയാകാൻ നന്നായി ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. തർക്കമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.